ആ നാമഭാവത്തിലുള്ള ആ നാമം ജപിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫലം ലഭിക്കുക എന്നാണ്. ഓം. നാമവും മന്ത്രവും രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പോലും നാമം ജപിക്കുന്നതും മന്ത്രം ജപിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മന്ത്രിക്കുന്നതാണ് മന്ത്രം എന്ന് പറയും. മന്ത്രിക്കുന്നത്. നാമം എന്നുള്ളത് നേരെ ഉറക്കെ പറയുന്നതാണ്. അപ്പം അതിനെ സാധാരണഗതിയിൽ പറയുകയാണ്. ഒന്ന്, നേരെ നാമം ജപിക്കുന്ന സമയത്ത് അത് നേരെ ഉച്ചത്തിൽ പറയുന്നതുണ്ട്, ഉള്ളിലൊതുക്കുന്നുണ്ട്, മനസ്സിൽ ജപിക്കുന്നുണ്ട്. അപ്പം അതിനാണ് നേരെ ആ ഉച്ചത്തിൽ പറയണതായിരിക്കുന്നത് സങ്കീർത്തനം എന്ന് പറയും. പിന്നെ പതുക്കെ ചുണ്ടനക്കുന്നതായിരിക്കുന്നതാണ് ആ ഒരു രീതി, സമ്പ്രദായമുണ്ട്. പിന്നീട് മനസ്സിൽ ജപിക്കുന്നുണ്ട്. അപ്പം മാനസികം, അതേപോലെ തന്നെ വാചികം, അതേപോലെ തന്നെ ആ വാചികമാണ് ഉറക്കെ നമ്മൾ നാമം ജപിക്കുക. പിന്നീട് നേരെ നമ്മുടെ ഉള്ളിൽ ഒതുക്കണതായിരിക്കുന്ന പതുക്കെ ചുണ്ട് മാത്രം അനക്കണത് ആയിരിക്കും സമ്പ്രദായമുണ്ട്. പിന്നെ മാനസികം എന്ന് പറയും. അപ്പോൾ അത് നാമജപത്തിൻ്റെ പ്രത്യേകതകളാണ്. ചില സ്ഥലത്ത് നമുക്ക് ഉറക്ക നാമം ചെല്ലാൻ പറ്റില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യും, ചുണ്ടനക്കിക്കൊണ്ട് നേരെ ചെയ്യും. അപ്പോൾ അത് വിരോധമില്ല. ചിലയിടത്ത് നമ്മൾ മനസ്സുകൊണ്ട് മാത്രം പറയുന്നത് മാനസികമായിട്ട് വരും. അത് സന്ദർഭം അനുസരിച്ചിട്ടാണ്. ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് നമുക്ക് നാമം ജപിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതേമാതിരിയാണ് മന്ത്രങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മന്ത്രം ഇന്നതുപോലെ ജപിക്കണം എന്നുണ്ട്. അപ്പം അതുകൊണ്ട് നേരെ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിച്ച് ജപിക്കണമെന്നാണ്. അപ്പോൾ മന്ത്രമായാലും നാമമായാലും നേരെ നമ്മുടെ ആ ജപിക്കുന്ന വസ്തുവിൻ്റെ ഒരു സങ്കല്പം നമുക്ക് വേണം എന്നാണ്. ആ സങ്കല്പത്തിനാണ് നമ്മൾ നേരെ ധ്യാനം എന്ന് പറയാം. ഇപ്പം നാമമാണ്, വിഷ്ണു സഹസ്രനാമമാണ്, അത് ശരിയാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം നമ്മൾ ജപിക്കുമ്പോൾ നാമം ജപിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാമം ജപിക്കും എന്ത് ചെയ്യും? നാമം ജപിക്കുമ്പോൾ നേരെ ഏതു തരത്തിലുള്ള ദേവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ആ ദേവനെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് നേരെ അതിൻ്റെ ധ്യാനം എന്ന് പറയും. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തി എന്ന് പറഞ്ഞിട്ട് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ധ്യാനാണ്. അപ്പോൾ ആ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് പോകും. ശാന്താകാരം എന്നുള്ളതായിരിക്കുന്ന ഭാവം, ശാന്തമായ ആകാരത്തോടുകൂടി ശാന്താകാരം ഭുജഗശയനം, പാമ്പിൻ്റെ പുറത്ത് കിടക്കുന്നതായിരിക്കുന്ന ആ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ധ്യാനം എപ്പോഴും ചൊല്ലുന്നത്. ലളിതാ സഹസ്രനാമത്തിലാണെങ്കിൽ സിന്ധൂര അരുണ വിഗ്രഹാം തിരുനയനാം മാണിക്യമൗലീശ്വരൽ താരാനായകശേഖരം സ്മിതമുഖീം ആവീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേൽ പരാം അംബികാം. അപ്പോൾ ആ ദേവി നേരെ ഇരിക്കുന്നതായുള്ള ഭാവം നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് നേരെ ജപവടിയായിട്ട് രുദ്രാക്ഷമാരെ കയ്യിലെടുത്താൽ ദേവിയെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഭാവം മനസ്സിൽ വന്നിട്ട് ജപിച്ചാലേ ഫലമുള്ളതാണ്. ഏത് നാമമായാലും ധ്യാനം നമ്മൾ ചൊല്ലണം എന്ന് പറയാൻ കാരണം, അത് ശിവൻ്റെ ആയാലും രാമൻ്റെ ആയാലും ഒക്കെ തന്നെ ധ്യാനം ചൊല്ലണം. അപ്പോൾ ധ്യാന രൂപത്തിലുള്ളതായിരിക്കുന്ന ഈശ്വരനാണ് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിതമാകുക എന്നാണ്. അപ്പം അതുകൊണ്ട് ആ ധ്യാന രൂപത്തിലുള്ളതായിരിക്കുന്ന ഈശ്വരനെ നമ്മുടെ മനസ്സിൽ കണ്ട് നാമം ജപിക്കുമ്പോൾ അതേ രൂപത്തിലുള്ള ഈശ്വരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നേരെ കഥകളിലൊക്കെ പറയും. ഇപ്പോൾ ഗരുഡാരൂഢനായിട്ട് ഭഗവാന്റെ രൂപമാണ് നേരെ ആ ധ്രുവൻ നേരെ ധ്യാനിച്ചത്. അപ്പോൾ ഗരുഡാരൂഢനായിട്ട് വന്നു എന്നാണ്. ഗജേന്ദ്രൻ്റെ മുമ്പിലും അങ്ങനെ. അപ്പോൾ ധ്യാനം ഏത് രൂപത്തിലാണോ ആ രൂപത്തിലേ ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വരുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അതുതന്നെയുള്ളതായിരിക്കണം ദേവന്മാർക്ക് നിരവധി ധ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് പറ്റിയതായിരിക്കുന്ന ധ്യാനം, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന ധ്യാനമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രയാസമുള്ളത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല.
വിഷ്ണു സഹസ്രനാമത്തിലാണെങ്കിൽ ക്ഷീരോധന്നൽ പ്രദേശേ എന്ന് തുടങ്ങുന്ന അത് തിരിച്ചെല്ലാം പ്രയാസമാണ്. നേരെ മറിച്ച് സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീർഗക്ഷണം സഹാര വക്ഷസ്ഥല ശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നേരെ ആ ശംഖചക്ര ഗദാധാരിയായിരുന്ന വിഷ്ണുവിനെ നമുക്ക് മനസ്സിൽ കാണാം, എന്നിട്ട് നാമം ജപിക്കാനാണ്. അപ്പം അതാണ് ആ നാമഭാവത്തിലുള്ള ആ നാമം ജപിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫലം ലഭിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ധ്യാനമില്ലാത്ത നാമത്തിനും യാതൊരു ഫലമില്ല എന്ന് പറയും. അപ്പം ധ്യാനം ജപിച്ചിട്ടാണ് ആ ധ്യാന സങ്കല്പം, ധ്യാനം നമ്മുടെ സങ്കല്പമാണ്, അത് ഉറക്കെ ചെല്ലണമെന്നില്ല. ആ രൂപം നമ്മൾ സങ്കല്പിച്ചിട്ട് നമ്മൾ നേരെ നാമം ജപിച്ചാൽ അതിന് പൂർണ്ണ ഫലം. അപ്പോൾ ദേവൻ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടും. ആ നാമം പൂർത്തിയാകുമ്പോൾ എന്താണ്, ആ രൂപത്തിലുള്ള ദേവൻ നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുകയും ചെയ്യും. അതാണ് നാമവും ധ്യാനവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം. അതാണ്. അത് മന്ത്രത്തിനുണ്ട്. പക്ഷെ മന്ത്രത്തിനാകുമ്പോൾ അതിലെ ധ്യാനത്തിന് അനുസരിച്ചിട്ട് മന്ത്രം ജപിക്കുമ്പോൾ മന്ത്രത്തിൻ്റെ ആ ഒരു ഉച്ചാരണ ശുദ്ധി ഉണ്ട്. ആ ഉച്ചാരണ ശുദ്ധിക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന് നേരെ സാധാരണഗതിക്ക് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം വരുമ്പോൾ അതിന് നേരെ ഒരു വേവ് ലെങ്ത് എന്ന് പറയും. ശാസ്ത്രത്തിൽ അങ്ങനെ വേവ് ലെങ്ത് ഉണ്ടാവും. വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ ആ വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരുമ്പോൾ അതിന് ട്യൂണിങ്ങിന് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ട്യൂണിങ് ഫോർക്ക് എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു മുകളിലുണ്ടാവും. അതതിൻ്റെ വേവ്സ് അങ്ങനെയാണ് പോണത്. ആ വേവ്സ് ശരിയായില്ലെങ്കിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ECG ഒക്കെ എടുക്കുമ്പോൾ കാണാമല്ലോ, ആ വേവ്സ് ഇങ്ങനെ പോകണം. അപ്പോൾ ശബ്ദങ്ങളിങ്ങനെ പോണ സമയത്ത് നേരെ ലബ് എന്നിങ്ങനെ പോണ സമയത്ത് എവിടെയെങ്കിലും പതുക്കെ വന്നാൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് മന്ത്രം ചൊല്ലുമ്പോൾ എപ്പോഴും മന്ത്രം നേരെ നിരവധി തവണ ഗുരുമുഖത്തു നിന്ന് കേട്ട് 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 ഹൃദിസ്ഥമാക്കിയിട്ടാണ് മന്ത്രം ചൊല്ലേണ്ടത്. അല്ലാതെ ഞാൻ മന്ത്രങ്ങളൊക്കെ പഠിച്ചു എന്നിട്ട് ഞാൻ മന്ത്രം ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫലവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ചില മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ക്ഷിപ്രമായിട്ട് ദേവനെ കാണാം എന്ന് പറയും. പക്ഷേ കാണുന്നില്ലല്ലോ, കാരണം ആ മന്ത്രത്തിൻ്റെ ഉച്ചാരണം ശരിയല്ല എന്നർത്ഥം. അപ്പോൾ അതാണ് നേരെ ചില കാര്യങ്ങൾ. ഇപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, അത് 7 ദിവസം വെള്ളം മാത്രം കുടിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നേരെ ഈശ്വരന്മാരെ കാണാൻ സാധിക്കും. വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. നിരന്തരം ജപിച്ചാൽ 7 ദിവസം ജപിച്ചാൽ ഈശ്വരനെ കാണുമെന്ന് പറയും. പക്ഷേ എന്നിട്ടും ധ്രുവന് അത് 7 ദിവസമല്ല 5 മാസം വരെ വന്നില്ല എന്നാണ്. അപ്പോൾ ചെല്ലുന്നതിൻ്റെ വ്യത്യാസമാണ്. പിന്നീടാണ് നേരെ നാരദൻ പറഞ്ഞനുസരിച്ചിട്ട് നേരെ ചെയ്തപ്പോഴാണ് വീണ്ടും വന്നത്. ഗുരുവായിരിക്കണം നാരദനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. അപ്പോൾ മന്ത്രം എപ്പോഴും എന്താണ്, അതിൻ്റെ ആരോഹണ അവരോഹങ്ങൾ, ഓരോ ശബ്ദ തരംഗങ്ങൾ. അപ്പോൾ ഈ ശബ്ദ തരംഗങ്ങളാണ് നേരെ മന്ത്രത്തിൻ്റെ ഫലം. അപ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ അനുസരിച്ചിട്ടാണ് ഈശ്വരൻ്റെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ലോകത്തുള്ളതായിരുന്ന എല്ലാ രൂപത്തിലും ശബ്ദ തരംഗങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ശബ്ദത്തിൻ്റെ തരംഗങ്ങളാണ് നേരെ നമുക്ക് നേരെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രൂപം ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. അതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് മന്ത്രം ജപിച്ചിട്ട് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ പതുക്കെ കൂട്ടി യോജിപ്പിച്ചാൽ ഈശ്വരനായിട്ട് വരും. പക്ഷെ നാമത്തിന് അങ്ങനെയില്ല. ആ നാമം ജപിക്കുന്ന ആ ഭാവം, ആ ധ്യാനം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. ആ ഭഗവാൻ തന്നെ ഉറയ്ക്കുന്നതാണ്. കാരണം നാമം ജപിക്കുമ്പോൾ എന്താണ്, നേരെ നമ്മുടെ എല്ലാം നമ്മൾ വിട്ടു, നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ മാത്രം കാണും. കുറേ നേരം നമ്മൾ ഈ തരത്തിലുള്ളതായിരിക്കുന്ന നാമം ജപിച്ചാൽ, വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അങ്ങനെ 1000 പ്രാവശ്യം 1000 നാമം ജപിക്കുമ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കും. പിന്നെ 1000 ജപിക്കുക. അപ്പം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ 10 ആവർത്തി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും. എല്ലാ രോഗങ്ങളും മാറും എന്നാണ് പറയാൻ, ഫലശ്രുതി ഉണ്ടാവും. അപ്പോൾ അതാണ് ധ്യാനവും നാമവും നേരെ പരസ്പരം പൂരകങ്ങളാണ്. മന്ത്രവും അങ്ങനെയാണ്. പക്ഷെ ധ്യാനത്തിനനുസരിച്ചുള്ള നാമങ്ങൾ നേരെ ജപിക്കണം. അപ്പോൾ ഏത് നാമമായാലും ധ്യാനം അത്യാവശ്യമാണ് എന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ധ്യാനമില്ലാതെ നാമമില്ല. നാമമുണ്ടെങ്കിൽ അതിൽ ധ്യാനം വേണം. ആ ധ്യാനമാണ് ആ ധ്യാനത്തിലാണ് നമ്മുടെ മനസ്സിൽ രൂപത്തെ ഉറപ്പിക്കുക. അതാണ് അതിൽ പ്രത്യേകത ആയിരിക്കുന്ന ധ്യാനത്തിൻ്റെ പ്രത്യേകത, നാമത്തിൻ്റെയും പ്രത്യേകത.